ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയും കൊണ്ടൊരു അടിപൊളി അടപ്രഥമനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ കത്രികയൊക്കെ വെച്ച് ഒരു ചെറിയ രീതിയിൽ നമ്മുടെ അടയൊക്കെ ഉണ്ടല്ലോ, ആ അടയുടെ രീതിയിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മുഴുപ്പിലാണ് ഇത് അരിഞ്ഞെടുത്ത് വെച്ചേക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കര എടുത്ത് വയ്ക്കാം. ഇത് മുഴുത്തി ഒരു കട്ടയാണ് കേട്ടോ, അതുകൊണ്ട് ഇത്രയും നമ്മൾ എടുക്കുന്നില്ല. ആവശ്യമുള്ളത് നമ്മളിന്ന് പൊട്ടിച്ചെടുത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഈ അലക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ അതിനകത്തോട്ട് ഏലക്കായയുടെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ പൊട്ടിച്ചിട്ടാലും കുഴപ്പമില്ല, ഒന്ന് ചതച്ചിട്ടിട്ടാൽ മതി. അപ്പം ഞാനിടുന്നത് പൊടിയാണ് കേട്ടോ. അതും കൊണ്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് അതിൻ്റെ ആ എസൻസൊക്കെ അതിലോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. ഇനി വേണ്ടത് നമ്മുടെ പായസത്തിന് ഒരു തിക്നെസ് വരുത്താനായിട്ട് ഞാൻ എടുക്കുന്നത് ചവ്വരിയല്ല കേട്ടോ, അതിന് പകരം കോൺഫ്ലോറാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 സ്പൂൺ കണക്കാക്കി കോൺഫ്ലോർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുക. ചൂടുവെള്ളം എടുത്താലും പച്ചവെള്ളം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും കൊണ്ടാണെന്നുള്ള കാര്യം ഉണ്ടാക്കുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. ഇത് അറിയ പോലുമില്ല ചപ്പാത്തിയാണെന്നുള്ള അടിപൊളി പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെക്കുകയാണ്. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചപ്പാത്തി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്, വറുത്ത് കോരുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഒരു 2 മിനിറ്റോളം ഇതിനകത്തോട്ടൊന്ന് ഇളക്കി കിട്ടിയാൽ മതി നമുക്ക് കേട്ടോ. ഇത് മിച്ചം വന്ന ചപ്പാത്തിയാണ് കേട്ടോ, ഞാൻ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതൊന്നുമല്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ചപ്പാത്തിയെ കൊണ്ട് മിച്ചം വന്നുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചേക്കാണ് നമ്മൾ ശർക്കര. നമ്മൾ പൊടി ഇട്ടതുകൊണ്ട് നമ്മൾ അരിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ശർക്കര പാനിയാക്കിയാലും അരിച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര വേണ്ടാന്നുള്ളവർക്ക് പഞ്ചസാരയായിട്ടാണെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര നമ്മുടെ പാലൊഴിച്ചതിന് ശേഷം ഇട്ടാൽ മതിയെന്നേ ഉള്ളൂ. ശർക്കര പാനി ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ആ പാനിയിലൊന്ന് കിടന്നൊന്ന് വഴരണം. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 3-4 മിനിറ്റ് മതി. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ശർക്കരയിൽ കിടന്ന് നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് കുതിർന്ന് വരണം കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും അതിലേക്ക് 1/2 ലിറ്റർ പാല് പച്ചയ്ക്ക് വെച്ചേക്കാണ്, തിളപ്പിച്ചിട്ടില്ല. ആ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തിളപ്പിക്കാത്ത പാൽ ഒഴിച്ചുകൊണ്ട് തന്നെയും ഇതിനകത്ത് കിടന്ന് നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അങ്ങനെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലവർ ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇത് കുറുകും, അതുകൊണ്ട് വേഗം തന്നെ ഇളക്കി കൊടുക്കുക. ഇനി കോൺഫ്ലവർ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചവ്വരി വേവിച്ച് ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചപ്പാത്തി മിച്ചം വന്നിട്ടൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട. ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ഇതിന് വേണ്ടിയിട്ടൊരു 3-4 എണ്ണം എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഒത്തിരി കട്ടിയാകണ്ടെന്നുള്ളവർക്ക് നമ്മൾ കോൺഫ്ലവർ ചേർത്തതിനകത്ത് കുറച്ച് അളവിന് വ്യത്യാസം വരുത്തിയാൽ മതി, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഗ്യാസ് വെക്കേണ്ട. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കാം. ഇനി വാങ്ങി വെച്ച് കഴിയുമ്പോൾ നട്ട്സോ കിസ്മിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നെയ്ക്കകത്ത് തന്നെ വറുത്ത് ആ നെയ്യോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു കുറച്ച് പീനട്ട് മാത്രം ചേർക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഗ്യാസിൽ വെച്ചു. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞ 1 പിടി പീനട്ട് ഇട്ട് കൊടുക്കുവാണ്. അത് മൂത്ത് വരുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ കോരി ഒഴിക്കേണ്ട കേട്ടോ, നെയ്യോട് കൂടി അതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട തന്നെ വിഭവമാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.